സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് ലക്ഷദ്വീപിന് മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 5 ദിവസം കൂടി കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 14-15 തീയതികളിൽ മലബാർ മേഖലയിലെ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14-ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും 15-ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലയിലുമാണ് യെല്ലോ അലർട്ട്. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോടും കണ്ണൂരും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. 5 ദിവസം കൂടി മഴ തുടരാനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും ലക്ഷദ്വീപിന് മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേനൽ മഴയിൽ പലയിടത്തും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. പേരാമ്പ്രയിൽ മിന്നൽ ചുഴലിയും നാദാപുരത്ത് ശക്തമായ മഴയുമാണുണ്ടായത്. പേരാമ്പ്രയിൽ വീശിയടിച്ച കാറ്റിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. വാഹനങ്ങൾക്ക് മുകളിലും മരക്കമ്പുകൾ വീണു. റോഡുകളിൽ മരങ്ങൾ വീണതുമൂലം ഗതാഗത തടസ്സവും നേരിട്ടു. കല്ലാച്ചി ടൗണിൽ കടകളിലേക്ക് വെള്ളം കയറി. വെള്ളക്കെട്ട് മൂലം സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. നാദാപുരം, വിലങ്ങാട് മേഖലയിലും താമരശ്ശേരി മലയോര മേഖലയിലും ശക്തമായ മഴയാണ് ലഭിച്ചത്.